വർഷയോടുള്ള വിക്രമിന്റെ സ്നേഹവും ആത്മാർത്ഥതയും ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. കുഞ്ഞ് നഷ്ടപ്പെട്ട ദുഃഖം വിക്രമിനുമുണ്ട്. എന്നാലും പഴയ വർഷ തിരിച്ചു കിട്ടാനാ വിക്രം ഈ പൂജയും വഴിപാടും ഒക്കെ നടത്തുന്നത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് പറ, മോൾക്ക് എന്താ പറയാനുള്ളത്? അച്ഛന്റെ അച്ഛമ്മേനെയും കല്യാണം നടത്തണം. മോൾ എന്തൊക്കെയാ പറയുന്നത്? മോൾക്കെന്താ സ്ഥലകാലബോധം പോയോ? അത് കൊള്ളാലോ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ. ദീപൾക്ക് അങ്ങനെ ഒരു തോന്നല് വന്നെങ്കിൽ അത് നാഗദേവങ്ങളെ തോന്നിപ്പിച്ചതായിരിക്കും. ഞാനും അതിനോട് യോജിക്കുന്നു. ദേവി അങ്ങനെയുള്ള മണ്ടത്തരങ്ങളൊന്നും തോന്നിപ്പിക്കില്ല. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? അമ്മേ, ഈ 60-ാം വയസ്സിൽ താലി കെട്ടുന്നൊരു ഏർപ്പാടുണ്ട്. അത് ചെയ്യുന്നത് നല്ലതല്ലേ? പിന്നെ താലികെട്ട്, അച്ഛനും അമ്മയും നല്ല പ്രായത്ത് താലികെട്ടിയതിന്റെ പ്രശ്നങ്ങള് ഇതുവരെ മാറിയിട്ടില്ല. അപ്പോഴാ പിന്നെ ഒരു താലികെട്ട്. അതിനൊന്നും ആവശ്യമില്ലെന്നേ. അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ലേ പ്രകാശേട്ടാ? ഇവിടെ ആരുടെയോ 60-ാം വയസ്സിലെ താലികെട്ട ചടങ്ങിനെ കുറിച്ച് ദിയമോള് കേട്ടു. അതാ അവൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞത്. അല്ല, മനോജളിന് അഭിപ്രായമൊന്നുമില്ലേ? എല്ലാം കേട്ടിട്ട് ഒരക്ഷരം പോലും പറയുന്നില്ലല്ലോ. ഞാൻ എന്തു പറയാനാ? വർഷ എല്ലാവരും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതേ ഹരിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൾ ആകെ ഹാലിളക്കത്തില്ല. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എന്നാലേ ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട്. വർഷമോൾ ഈ അവസ്ഥയിൽ ഇരിക്കുമ്പോ 2-ാം താലി കെട്ടുന്ന ഏർപ്പാട് ഒഴിവാക്കണം. അത് വിട്ടേക്ക്. രണ്ടാം കല്യാണം നടക്കട്ടെ. വയസ്സായെന്ന് തോന്നുന്നുള്ളവർക്ക് ഈ താലികെട്ട് ചെറുപ്പത്തിന് പുനർജന്മം കൊടുക്കും. അതുകൊണ്ട് ഇത് നടത്തണമെന്നാണ് എന്റെ അഭിപ്രായം. അതിന്റെ മുഴുവൻ ചെലവും ഞാൻ തന്നെ എടുത്തോളാം. തിരുമേനി, ഇവിടെ അച്ഛനമ്മമാരുടെ 2-ാം താലികെട്ടിന്റെ ചർച്ചയാണ് നടക്കുന്നത്. മനസ്സിലായി. 2-ാം വിവാഹം വളരെ മഹനീയമായൊരു കർമ്മമാണ്. അറുപത് കഴിഞ്ഞൊരു ദമ്പതികളുടെ 2-ാം വിവാഹം ഞാൻ കുറച്ചു മുന്നേ നടത്തി കൊടുത്തതേ ഉള്ളൂ. ധനസ്ഥിതിയുള്ള കുടുംബത്തിലെ കുട്ടികളായി ഇതിനൊക്കെ മുൻകൈ എടുക്കുന്നത്. നിങ്ങൾക്കത് വേണ്ടുവോളം ഉണ്ടല്ലോ. കാര്യങ്ങൾ നടക്കട്ടെ. ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. ദേവി, അതിനിടപെടാൻ പോലീസിന് എന്താ അധികാരം? കൊള്ളാം. മൗലികാവകാശമൊക്കെ ചവറ്റുകൊണ്ടേ കിടക്കുന്ന കാലമാ. കിരീടം വെക്കാത്ത രാജാക്കന്മാരായിരുന്നു ചന്ദ്രുവിന്റെ വീട്ടുകാര്. പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന് പരാതിപ്പെട്ടാലേ പോലീസ് വന്നു പൊക്കും. പെണ്ണിനെ വീട്ടുകാര് കൊണ്ടുപോകും. എന്റെ ജഡം കായലിലും പൊങ്ങും. അതായിരുന്നു അന്നത്തെ സാഹചര്യം. ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ചന്ദ്രുവിന്റെ കഴുത്തില് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് എങ്ങനെയൊക്കെയോ താലി കെട്ടി.
അച്ഛാ കണ്ണീര് പാടില്ല. മുഖത്തെ ഫേസ് പൗഡർ മൊത്തം ഒലിച്ചു പോവും. അന്നത്തെ ആദ്യത്തെ കല്യാണത്തിന് അച്ഛൻ ടെൻഷൻ ആയിരുന്നെങ്കിൽ ഇന്നത്തെ രണ്ടാം കല്യാണത്തിന് പൊട്ടിച്ചിരിക്കണം. അതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബങ്ങൾ തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമായിരുന്നിട്ടും അച്ഛൻ എങ്ങനെയാ അമ്മയെ പ്രേമിക്കാനുള്ള ധൈര്യം വന്നത്? ഈ പ്രേമത്തിന് കണ്ണില്ലല്ലോ മക്കളെ. എനിക്ക് ചന്ദ്രുവിന് ഞാനും ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നുള്ള ഒരവസ്ഥയോളം ഞങ്ങളുടെ പ്രണയം അങ്ങ് മൂത്ത്. ആകെയുള്ള ധൈര്യം ചന്ദ്രികയുടെ ആ കൂട്ടുകാരി ഊർമിളയായിരുന്നു. എന്താ ഇപ്പൊ അച്ഛന് രണ്ടാം താലികെട്ട് വേണ്ടെന്ന് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. വേണ്ട 5 മക്കളുടെ തന്തയാണെന്നുള്ള കാര്യം ഞാൻ അങ്ങ് മറക്കുന്നു. എത്രയും പെട്ടെന്ന് ചന്ദ്രന്റെ കഴുത്തിൽ രണ്ടാമതും താലി കെട്ടണം. പോകാം മക്കളെ.